ഹായ് മക്കളെ, ഓപ്പൺ ബുക്കിനെ കുറിച്ചാണ് ഇപ്പോൾ ഫുൾ ചർച്ച അല്ലേ. എനിക്ക് ബുക്ക് നോക്കി ചെയ്താലോ, എനിക്ക് ഫോൺ നോക്കി ചെയ്താലോ, ഗൈഡ് നോക്കി ചെയ്താലോ, പിന്നെ എന്തിനാ സാറേ ഞാൻ പഠിക്കുന്നത്, എന്തിനാ ഈ ട്യൂഷനൊക്കെ പോണേ? എല്ലാവരും പറയാവുന്ന ഒരു കാര്യമാണല്ലേ. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ഓപ്പൺ ബുക്ക് എക്സാം എന്ന് പറഞ്ഞാൽ. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, അതായത് +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ബുക്ക് എക്സാം ഒരു പ്രാവശ്യം ഞാൻ അറ്റൻഡ് ചെയ്തിട്ട്. സബ്ജക്റ്റ് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷാണ്. നമ്മുടെ സാറ് പറഞ്ഞ തലേ ദിവസം നാളെ നിങ്ങൾക്ക് ഓപ്പൺ ബുക്ക് എക്സാം ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ ഭയങ്കര സുഖമാണ്. എൻ്റെ അടുത്ത് ബുക്ക് ഉണ്ട്, ഗൈഡ് ഉണ്ട്, നോക്കി അങ്ങോട്ട് എഴുതിയാൽ മതി. എൻ്റെ പൊന്നു മക്കളെ, അത്രക്ക് ബുദ്ധിമുട്ട് ഞാനൊരു എക്സാം ഇതുവരെ എഴുതിയിട്ടില്ല, സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. അതായത് സാറ് തന്ന ക്വസ്റ്റ്യൻ എവിടെ, ഈ ബുക്കിൽ എവിടെയെന്നുള്ള ആദ്യം തപ്പി നോക്കണം. അതായത് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യനും സാറ് തരൂല, പിന്നെ കുറച്ച് വേറെ ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ വരുന്നു. എൻ്റെ പൊന്നു മക്കളെ, മാർക്ക് നല്ലവണ്ണം അങ്ങോട്ട് കുറഞ്ഞു, കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി അല്ലേ. അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ഈ ഓപ്പൺ ബുക്ക് എക്സാം. അപ്പോൾ ഈ ഓപ്പൺ ബുക്ക് എക്സാം നമുക്ക് ഇങ്ങോട്ട് എളുപ്പമാക്കണ്ടേ? അപ്പോൾ അതിന് കുറച്ച് ടിപ്സ് സാറ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് ടിപ്സാണ്. ഒന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ, ട്രീറ്റ് ദ ഓപ്പൺ ബുക്ക് ലൈക്ക് എ ക്ലോസ്ഡ് ബുക്ക്. നിങ്ങൾ ഇപ്പോൾ എങ്ങനെ പഠിക്കുന്നോ, ബൈ ഹാർട്ടായിട്ടാണോ പഠിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണോ, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓപ്പൺ ബുക്ക് എക്സാമിന് നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. ക്ലിയർ? അല്ലാതെ എൻ്റെ കയ്യിൽ ഗൈഡ് ഉണ്ട്, ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അത് നോക്കി എഴുതാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് നടക്കുന്ന പ്രക്രിയയല്ല. കാരണം ഇത് എവിടെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. അതിൽ എങ്ങനെ എഴുതണം. എനിക്ക് പറ്റിയുള്ള മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ടൈം വെരി 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 ക്രൂഷ്യലാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്ന ആൾ ഇതിനനുസരിച്ചിട്ടുള്ള ടൈമാണ് നമുക്ക് തരിക. അപ്പം നമ്മൾ മനസ്സിലാക്കാതെ പഠിക്കാതെ പോയാൽ, ബൈ ഹാർട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കി പഠിക്കാതെ പോയാൽ എന്താ സാറേ അവിടെ സംഭവിക്കുക? അതായത് നമ്മൾ ആ പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്തു. ആ പാരഗ്രാഫിൽ ഇങ്ങനെ ഒരു വേർഡ് ഉണ്ടല്ലേ, ആ വേർഡ് അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്തു. സമയം മതിയാവോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓപ്പൺ ബുക്ക് ഒരു ക്ലോസ്ഡ് ബുക്ക് പോലെ നമ്മൾ പഠിച്ചിട്ട് എഴുതണം എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇടുക, അതായത് ഓപ്ഷൻസ് ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻ അല്ലേ. അതിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര സുഖമാണ്, നേരെ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടെ അധികവും വരാറുള്ളത് അല്ലേ. ഇന്ത്യയുടെ വാനമ്പാടി ആര്, ഒരേ ഓപ്ഷൻസ് ഉണ്ടാവും, സരോജിനി നായിഡു, മഹാത്മാഗാന്ധി ഉണ്ടാവും, ഓരോരുത്തരുണ്ടാവും. അപ്പോൾ സരോജിനി നായിഡു നാട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, വേറൊരു പ്രശ്നവും നമുക്കില്ല. പക്ഷേ ഇവിടെ വരുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസാണ്. ടീച്ചർമാർക്ക് ഒരു ഉദ്ദേശവും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാവണമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് നോക്കി എഴുതാൻ പറ്റുന്ന അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവരെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നല്ല ബുദ്ധിമുട്ടായിട്ടുള്ള വേറെ എവിടെന്നെങ്കിലുമൊക്കെ നമ്മൾ ചിന്തിച്ച് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിലേക്ക് വരുള്ളൂ. എസ്പെഷ്യലി നമ്മളെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അവർ തരില്ല എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറയുന്ന രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ നമ്മൾ മനസ്സിലാക്കണം. ധാരാളം പ്രോബ്ലംസ് നമ്മൾ ഈ ഒരു ഓപ്പൺ ബുക്ക് എക്സാമിനും പോകുന്നതിന് മുന്നേ ചെയ്തിരിക്കണം, എന്നാലേ നമുക്കതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ഓർഗനൈസ് ദ ബുക്കാണ്. അതായത് ഇനിയിപ്പോൾ ഒരു ഡെഫിനിഷനാണ് ചോദിച്ചെന്നിരിക്കട്ടെ, എനിക്ക് ബുക്കിൽ നോക്കി എഴുതാലോ അല്ലേ. പക്ഷേ എൻ്റെ പൊന്നുമക്കളെ, ആ ബുക്കിൽ ഇത് എവിടെയാണെന്ന് അറിയണ്ടേ? അല്ലെങ്കിൽ ആ ബുക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഓർഡറിൽ വെക്കണം, ഓർഗനൈസ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് വെക്കണം. നിങ്ങളുടെ നോട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്താണ് ഇത് ഉള്ളത് എന്നുള്ളത് നിങ്ങളത് ഓർത്തിരിക്കണം. അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കണ്ടന്റ് പോലെ നിങ്ങൾ എഴുതി കൊണ്ടുപോകണം. അതായത് ഈ പേജിലാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്, ഈ പേജിലാണ് ഈ ഒരു ടോപ്പിക് ഉള്ളത് അല്ലേ, ഇവിടെയാണ് ഇതിൻ്റെ ആൻസർ വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബുക്കുകളൊക്കെ കറക്റ്റ് ഓർഗനൈസ് ചെയ്ത് ഓർഡറിൽ വെക്കണം എന്നുള്ളതാണ് സാറ് പറഞ്ഞു വരുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ഹൈലൈറ്റ് ആൻഡ് ബോൾഡ് എന്നുള്ള, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ബോൾഡ് ചെയ്ത് എഴുതുക പറയാറുണ്ട്. അതായത് നിങ്ങൾ നോട്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ബോൾഡ് ചെയ്ത് ഹെഡിങ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ബോൾഡ് ചെയ്ത് എഴുതുക, അതിന് കണ്ട് കട്ടി കൂട്ടിയൊക്കെ എഴുതാം. അതേപോലെ ഹൈലൈറ്റുകൾ ചെയ്തിട്ട് ചെയ്യുക. ഹൈലൈറ്റ് ചെയ്യുന്ന നമ്മൾ കളറ് കൊടുക്കുക അല്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സിനൊക്കെ കളറ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്തിടുക. എന്നാൽ നമുക്കതൊക്കെ പെട്ടെന്ന് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മറിച്ചോക്കി അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഉത്തരം അറിയാമായിരിക്കും അല്ലേ, എന്നാലും ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ മറിച്ചുകൊണ്ട് വെക്കും.
അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ ഹൈലൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ബോൾഡ് ചെയ്താൽ അത് ഭയങ്കര ഉപകാരമായിരിക്കും. then അടുത്തൊരു പോയിന്റ് മൈൻഡ് മാപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് എന്താ സാറേ മൈൻഡ് മാപ്പ്? അതായത് ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ നമ്മൾ പദസൂര്യൻ എന്നൊക്കെ പറയാറില്ലേ അല്ലേ? ഈ ചാപ്റ്ററിൽ ഞാൻ എന്തൊക്കെയാണ് പഠിച്ചത്, എന്തൊക്കെയാണ് അതിൻ്റെ ഹെഡിങ്, ആ ഹെഡിങ്ങിൻ്റെ സബ് ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഒരൊറ്റ പേപ്പറിൽ എഴുതുക. ആ പേപ്പറുമായിട്ട് എക്സാമിന് പോവുക. ആ പേപ്പറായിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് പോവുക. എന്നാൽ നമുക്ക് പറയാൻ പറ്റും, ഈ പേപ്പറിൽ ഈ ബുക്കിലാണല്ലോ അല്ലേ, പാർട്ട് 1 ഈ ചാപ്റ്ററിലാണ്, ഈ ചാപ്റ്ററിൽ ഇത്രാമത്തെ ടോപ്പിക്കാണ് എന്നുള്ള ഒരു പദസൂര്യൻ പോലെ അല്ലെ ഒരു മൈൻഡ് മാപ്പ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ അത് നിങ്ങൾക്ക് എക്സാമിന് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. റെഡി അല്ലേ? ദെൻ അവസാനത്തിൻ്റെ തൊട്ട് മുന്നുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രീ റൈറ്റ് ദ എക്സാം ബിഫോർ യു ഷോ ഫോർ ദ ഫൈനൽ. അതായത് ഓപ്പൺ ബുക്ക് എക്സാം അല്ലേ, നോക്കി എഴുതാലോ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നേരെ നിങ്ങൾ ഫസ്റ്റ് ടൈം പോയിട്ട് ഓപ്പൺ ബുക്ക് എക്സാമിന് ഇരിക്കരുത്. നിങ്ങൾ അതിന് മുന്നേ ഒരു എക്സാം ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഓൺലൈനിലൊക്കെ നമുക്ക് കുറേ കിട്ടാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മളെ ലെവൽ നമ്മൾ മനസ്സിലാക്കുക. അതായത് ബുക്ക് പെട്ടെന്ന് നോക്കിയാൽ എനിക്ക് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഏറ്റവും അവസാനത്തെ പോയിൻ്റാണിത്, ക്രിയേറ്റ് യുവർ ഓൺ ഫോർമുല ആൻഡ് ഷീറ്റ് ആൻഡ് ഷോർട്ട് നോട്ട്സ്. നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഓപ്പൺ ബുക്ക് എക്സാം അല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, നോട്ട് ബുക്കിൻ്റെ ആവശ്യമില്ലല്ലോ, ഷോർട്ട് നോട്ട് ഞാൻ എന്തിനാണ് ഉണ്ടാക്കുന്നത് സാറേ എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും ചോദിക്കാറുണ്ട്. എടാ പൊന്നുമക്കളെ, ഷോർട്ട് നോട്ടും അതേപോലെ ഈ ഒരു ഫോർമുല ഷീറ്റും എന്തിനാ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലെല്ലാ വാല്യൂസ് തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഏത് ഫോർമുല ഉപയോഗിക്കുക, അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ ഫോർമുല ഷീറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായാൽ പെട്ടെന്ന് നിങ്ങളുടെ എടുത്ത് ചെയ്താൽ അല്ലേ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് തപ്പേണ്ടി വരും. അപ്പോൾ എല്ലാ ചാപ്റ്ററിൻ്റെയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫോർമുല ഷീറ്റ്, ഓരോ ചാപ്റ്ററിലും വരുന്ന ഇക്വേഷൻ ഇതാണെന്ന് പറഞ്ഞിട്ട് ആ ഫോർമുല ഷീറ്റ് ഉണ്ടാക്കി വെക്കുക. അതേപോലെ ഷോർട്ട് നോട്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ പാരഗ്രാഫും കൂടെ എഴുതുമ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ല. 4 ക്വസ്റ്റ്യൻ കഴിയുമ്പോഴത്തേനും നമ്മുടെ സമയം കഴിയും. അപ്പോൾ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ, അതായത് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് പോകാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ചുരുക്കം സാറ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ ഫസ്റ്റത്തെ പോയിന്റ് തന്നെയാണ്, നിങ്ങൾ ഓപ്പൺ ബുക്ക് എന്നുള്ളത് ഒരു ക്ലോസ്ഡ് ബുക്കായിട്ട് തന്നെ എന്ത് ചെയ്യണം, കാണണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. നമ്മുടെ എക്സാം ബോർഡ് പറയുന്നത്, നമ്മുടെ സർക്കാർ പറയുന്നത് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് ചിലപ്പം അതിന് ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. എല്ലാ സബ്ജക്റ്റും എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ അത് കൺഫേം ആയിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ആ ഓപ്പൺ ബുക്സ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ ഒരു രീതിയിൽ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, തയ്യാറായിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.